ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മലയാളം ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിലെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഴഞ്ചൊൽ പെരുമ എന്ന പാഠഭാഗത്തിലെ 2 പഴഞ്ചൊല്ലുകൾ എഴുതുക. പഴഞ്ചൊൽ പെരുമ എന്ന ചാപ്റ്റർ ഉണ്ടല്ലേ, പാഠമുണ്ട്. ആ പാഠത്തിലെ 2 പഴഞ്ചൊല്ലുകൾ എഴുതാനാണ് പറഞ്ഞത്. ഈ പഴഞ്ചൊൽ പെരുമ എന്ന ഈ ചാപ്റ്ററിൽ ഈ പാഠഭാഗത്തിൽ നിന്ന് ഏതൊക്കെ പഴഞ്ചൊല്ലുകളാണുള്ളത് അല്ലേ? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അതേപോലെ തന്നെ പഴഞ്ചൊല്ല് അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലുകളുണ്ടല്ലേ. ആലിൻകായ പൈത്തപ്പോൾ കാക്കക്ക് വായ്പുണ്ട്. ഇങ്ങനെ 3 പഴഞ്ചൊല്ലുകളുണ്ടല്ലേ. ഇതിൽ 2 നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അതിൻ്റെ ആശയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നുള്ളത് എന്താണ് അല്ലേ? എല്ലാവരും കൂടി എന്താണ് ബഹളം ഉണ്ടാക്കിയിട്ടില്ലേ? കൂക്കും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബഹളം പോലെ, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഒച്ചയും വിളി ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിനോട് ഉപമിച്ചിട്ട് പറഞ്ഞതാണ് അല്ലേ. ഇനി അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നുള്ളത് കൊണ്ട് കാക്കയാണോ ഉദ്ദേശിച്ചത്? അല്ല അല്ലേ. ഇവിടെ എല്ലാവരും കൂടി, കുട്ടികളെല്ലാവരും കൂടി ഒരു അരി എറിഞ്ഞു കൊടുത്താൽ എന്താണ്? കാക്കകളെല്ലാവരും കൂടി ഓടി വരുമല്ലേ. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളെല്ലാം കൂടി ഓടി വന്നപ്പോൾ കുട്ടികളാണ് ഇതിൽ ഉദ്ദേശിച്ചതല്ലേ. കുട്ടികളെല്ലാവരും കൂടി ഓടി വന്നു അല്ലേ. അതുകൊണ്ടാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നുള്ള പഴഞ്ചൊല്ലിനോട് ഉപമിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആശയം വിശദമാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതണം. കാക്ക എന്നുള്ളത് ഉദ്ദേശിച്ചത് ഈ കഥയിൽ പഴഞ്ചൊൽ പെരുമ എന്ന ഇതിൽ കാക്ക തന്നെയാണോ എന്ന് ചോദിക്കുമല്ലേ. അപ്പോൾ കാക്കയല്ല ഉദ്ദേശിച്ചത്, ഇവിടെ കാക്കയാണോ കുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണ്? പഴഞ്ചൊൽ പെരുമയിലെ 2 പഴഞ്ചൊല്ല് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉത്തരം അരി എറിഞ്ഞാൽ 1000 കാക്ക, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. 2 എഴുതിയാൽ മതി, 3 നിങ്ങൾ പഠിച്ചു വെക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുക. അപ്പം അർത്ഥം എഴുതാൻ കുറച്ച് വേർഡ്സ് തരും. തരുക്കൾ, അർക്കൻ, ശാഖ. ഇതിൻ്റെ അർത്ഥം എന്താണ്, മീനിങ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. തരുക്കൾ എന്നുള്ളത് മരങ്ങൾ എന്നുള്ള മീനിങ് ആണ്. തരു എന്ന് പറഞ്ഞാൽ മരമാണ്. അർക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. മീനിങ് അർത്ഥം എഴുതാനാണ് പറഞ്ഞത്. ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പ്, ചില്ല, മരത്തിൻ്റെ കൊമ്പിനാണ് നമ്മൾ ശാഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ 3 വാക്കുകളുടെ അർത്ഥമേ ചോദിച്ചിട്ടുള്ളൂ. ഞാനിവിടെ ഒളിച്ചുകളി എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള എല്ലാ വേർഡ്സും എല്ലാ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ തളിർക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഇളം ഇലകൾ വരിക, ഉലയുക കാറ്റിൽ ആടിക്കളിക്കുക, തരു എന്ന് പറഞ്ഞാൽ മരം, ശാഖ കൊമ്പ്, രശ്മി വെളിച്ചം, അർക്കൻ സൂര്യൻ, ബിംബം എന്ന് പറഞ്ഞാൽ രൂപം, വിചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ, രൂപൻ എന്ന് പറഞ്ഞാൽ രൂപമുള്ളവൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാക്കുകളും അതിൻ്റെ അർത്ഥവും മീനിങ്ങും നിങ്ങൾ പഠിച്ചു വെക്കണം. ഒളിച്ചുകളി എന്ന പാഠഭാഗത്തിൻ്റെ ആശയവും അതിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പഴഞ്ചൊല്ലുകൾക്ക് യോജിച്ച ആശയം കണ്ടെത്താനുണ്ടാവും. പഴഞ്ചൊല്ലുകൾ ഇവിടെ 5 പഴഞ്ചൊല്ല് തന്നിട്ടുണ്ട്. അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം ഇതിലേതാണ്, ഇതിനോട് യോജിച്ചത് ഏതാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഫസ്റ്റ് എന്താണ്? അടി തെറ്റിയാൽ ആനയും വീഴും. അതായത് ആര് വേണേലും ഒന്ന് പേച്ചാൽ വീഴും. അതിൻ്റെ അർത്ഥം വരുന്ന മീനിങ് ഏതാണ്? എത്ര ഉന്നതനായാലും സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ വീഴ്ച പറ്റും അല്ലേ. വീയും എന്നുള്ളത് ഇതിൽ ഇതാണല്ലേ. ആരാണെങ്കിലും വീയും എന്നുള്ള മീനിങ് ആണ്. സെക്കൻഡ് വൺ, അയകുള്ള ചക്കയിൽ ചുളയില്ല. ആകാര ഭംഗിയുണ്ടെന്ന് വെച്ച് സദ്ഗുണം ഉണ്ടാകണം എന്നില്ല അല്ലേ. ചക്ക ഉണ്ടെങ്കിലും അതിലെന്താണ്? ചുളയില്ല അല്ലേ. ഒരു ഭംഗിയുണ്ടെങ്കിലും അതിനൊരു ഗുണം ഉണ്ടാവണം എന്നില്ല. ചക്ക ഉണ്ടാവും, അതിനെന്താണ്? ചുളയില്ല. ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഉണ്ട ചോറിൽ കല്ലിടരുത്. ഉപകാരം ലഭിച്ചിടത്ത് നന്ദികേട് കാണിക്കരുത് അല്ലേ. നമുക്കൊരു ഉപകാരം കിട്ടിയ സ്ഥലത്ത്, അതായത് ഉണ്ട ചോറ്, നമുക്ക് ചോറ് തന്ന സ്ഥലത്ത് കല്ലിടരുത്. ഉപകാരം ലഭിച്ചിടത്ത് നന്ദികേട് കാണിക്കരുത്. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. എല്ലുമുറിയല്ലേ, നല്ലോണം പണി ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ പല്ല് മുറിയുന്നത് വരെ തിന്നാം. അതായത് കഠിനമായി അധ്വാനിച്ചാൽ സുഖമായി കഴിക്കാം അല്ലേ. നല്ലോണം അധ്വാനിച്ചാൽ നല്ലോണം തിന്നാം അല്ലേ. പല്ലുമുറിയെ തിന്നാം. ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. എല്ലാത്തിനും കൃത്യമായ കണക്ക് വേണം അല്ലേ. എത്ര കളഞ്ഞാലും അളന്നിട്ട് അതിനൊരു കണക്ക് വേണം, അളവ് വേണം, അതായത് കണക്ക് വേണം. ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്സ് വരുന്നത്, അർത്ഥങ്ങൾ വരുന്നത്. ഇനി കടങ്കഥകൾ ഉണ്ടാക്കും എന്നുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞാൽ കടങ്കഥ ഉണ്ടാക്കാനുള്ളത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. വെള്ളം കൊണ്ടും തീവണ്ടി കൊണ്ടും 2 കടങ്കഥ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളം എന്ന് ആൻസർ വരുന്ന ഒരു കടങ്കഥ. അതായത് പിടിച്ചാൽ പിടി കിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല അല്ലേ. വെള്ളം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അല്ലേ, വെട്ടിയാൽ അതിന് വെട്ടുവേൽക്കില്ല. ആൻസർ വെള്ളമാണല്ലേ. തീവണ്ടി കൂകും കുയിലല്ല, ഓടും ജീവിയല്ല അല്ലേ. തീവണ്ടി ഓടും, അതൊരു ജീവിയല്ല അല്ലേ. കൂകും പക്ഷേ കുയിലല്ല പക്ഷേ കൂകുന്നുണ്ട്, അതെന്താണ്? തീവണ്ടിയാണ്. അപ്പോൾ നിങ്ങളോട് എന്താണ് ചോദിക്കുന്നത്? അതിനെ വെച്ചിട്ട് നിങ്ങളൊരു കടങ്കഥ ഉണ്ടാക്കിയതാണ്. ഞാൻ കുറച്ച് കടങ്കഥകൾ ഇവിടെ തന്നിട്ടുണ്ട്. മരം എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് കടങ്കഥ ഉണ്ടാക്കാം? കൊമ്പുണ്ട്, കാളയല്ല. തണലുണ്ട്, കാലുണ്ട്, കുടയല്ല. തണലും കാലും ഒക്കെ ഉണ്ടല്ലേ മരത്തിന്, പക്ഷേ കുടയല്ല. കൊമ്പുണ്ടല്ലേ, മരത്തിനൊരു കൊമ്പുണ്ട്, ശാഖ ഉണ്ട്, പക്ഷേ കാളയല്ല. വെള്ളം പിടിച്ചാൽ പിടികിട്ടില്ല, വെട്ടിയാൽ വെട്ടേൽക്കില്ല. പശു, ഗ്രാമം തന്നിലെ പാൽക്കാരി, കർഷകൻ തൻ്റെ ചങ്ങാതി, പുല്ലു കണ്ടാൽ നിൽക്കും ഞാൻ. ഫ്ലാറ്റ്, വലിയ വീട്ടിൽ നിറയെ ചെറിയ വീടുകൾ അല്ലേ. വലിയൊരു വീടാണ്, അതിൽ ചെറിയ ചെറിയ വീടുകൾ, റൂമുകളുണ്ട്. ഫ്ലാറ്റ്, ബിൽഡിംഗ്, കെട്ടിടം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ നിങ്ങളെന്താണ് കടങ്കഥ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് എന്തിനെക്കുറിച്ചാണ് കടങ്കഥ ഉണ്ടാക്കാൻ പറഞ്ഞത്? അപ്പോൾ കുറച്ച് കടങ്കഥകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. തെങ്ങ്, കാല് കൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു അല്ലേ. കാല് കൊണ്ട്, അതിൻ്റെ വേര് കൊണ്ടാണ് അത് വെള്ളം വലിച്ചെടുക്കുന്നത് അല്ലേ. അതിൻ്റെ തല, ഹെഡ്
തലയിലല്ലേ അതിൻ്റെ തേങ്ങയുള്ളത്, അപ്പോൾ തല കൊണ്ട് മുട്ടയിട്ടു. മൂളും വണ്ടി മുച്ചക്ര വണ്ടി, മൂളുന്ന വണ്ടി, 3 ചക്രമുള്ള വണ്ടി ഏതാണ്? ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയ്ക്കല്ലേ 3 ചക്രം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടങ്കഥകൾ കുറച്ച് പഠിച്ചു വെക്കുക. അതുപോലെ കുറച്ച് പഴഞ്ചൊല്ലുകളും പഠിച്ചു വെക്കണം. 5 പഴഞ്ചൊല്ലുകൾ എഴുതുക. അപ്പോൾ പഴഞ്ചൊല്ലുകൾ എഴുതാൻ പറഞ്ഞാൽ 5 പഴഞ്ചൊല്ല് എഴുതി കൊടുക്കുക. അപ്പോൾ കുറച്ച് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ, ആന കൊടുത്താലും ആശ കൊടുക്കരുത് അല്ലേ. ആനനെ വരെ കൊടുത്താലും നമ്മളെന്താണ്, ആരെയും പറഞ്ഞു പറ്റിക്കരുത് അല്ലേ, ആശ കൊടുക്കരുത്, ആശിപ്പിക്കരുത് ആരെയും, അതായത് ആരെയും പറഞ്ഞു പറ്റിക്കരുത്. ഒരു വെടിക്ക് 2 പക്ഷി അല്ലേ, ഒറ്റ വെടിക്ക് 2 പക്ഷീനെ കിട്ടി. അതായത് ഒരു കാര്യത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ നേടുക. ഒത്തുനിന്നാൽ മലയും പോരും, ഒരുമിച്ച് നിന്നാൽ എന്തും സാധിക്കും. അതാണ് ഒത്തുനിന്നാൽ എന്നാൽ മല വരെ നമുക്ക് ഇങ്ങോട്ട് പറിച്ചെടുക്കാം എന്നുള്ള പഴഞ്ചൊല്ലാണ്. ഉരുളക്കുപ്പേരി ഉചിതമായ മറുപടി അല്ലേ. ചില ആൾക്കാരെന്താണ് ഉരുളക്കുപ്പേരി പോലെ അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഒരു മറുപടി ഉണ്ടാകും, ഉചിതമായ മറുപടി ഉണ്ടാകും. പുലിവാല് പിടിക്കുക, അതായത് കുഴപ്പത്തിൽ ചെന്ന് ചാടുക. ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടി നമ്മൾ പറയില്ല പുലിവാല് പിടിച്ചു എന്ന് പറയും. അതൊക്കെ എന്താണ്, പഴഞ്ചൊല്ലുകളാണ്. എന്നാൽ പിരിച്ചെഴുതുക എന്ന് ചോദിച്ചാൽ എന്താണ്, തളിർത്തുലഞ്ഞു എന്നുള്ളതിന് നമുക്കിങ്ങനെ പിരിച്ചിട്ട് 2 ആക്കി എഴുതാം. അതായത് തളിർത്ത് പ്ലസ് ഉലഞ്ഞു, അതാണ് തളിർത്തുലഞ്ഞു. കൂട്ടി എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് 2 കൂട്ടി എഴുതുക. അപ്പോൾ പിരിച്ചെഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുക, ഇത് 2 പിരിച്ച് 2 ആക്കി എഴുതുക. തളിർത്തു പ്ലസ് ഉലഞ്ഞു. കാണും അർക്കബിംബം, കാണും പ്ലസ് അർക്കബിംബം. ആരിവൻ, ആര് പ്ലസ് ഇവൻ, 2 ആയിട്ട് പിരിച്ച് മുറിച്ചെഴുതുക. പര്യായ പദങ്ങളിലെ പര്യായ പദങ്ങൾ അതിൻ്റെ അർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പര്യായമായിട്ടുള്ള മറ്റൊരു പദം. മരം എന്നുള്ളതിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ്? തരു, ദാരു. ശാഖ എന്നുള്ളത് കൊമ്പ്, ചില്ല. അതിൻ്റെ മറ്റൊരർത്ഥം വരുന്ന വാക്ക് ഏതാനാണ് പര്യായ പദങ്ങൾ ഏതാന്ന് പറഞ്ഞാൽ. രശ്മി എന്ന് പറഞ്ഞാൽ കിരണം, മയൂഖം. സൂര്യൻ എന്ന് പറഞ്ഞാൽ അർക്കൻ, രവി അല്ലേ. അർക്കൻ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് സൂര്യൻ. അതായത് അതിനോട് അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഏതാനാണ് പറഞ്ഞത്, പര്യായ പദങ്ങൾ. കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു. ഇതിൽ ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്താം? ഏതെങ്കിലും ഒരു മത്സരത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ അല്ലേ. കാട്ടിലുള്ള മത്സരത്തിന് കായികമേളക്ക് ഏതൊക്കെ ഇനങ്ങൾ അല്ലേ, ഏതൊക്കെ ഇനങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം. അതുപോലെ അതിൻ്റെ ഒരു നിയമാവലി, നിയമം പോലെ എന്തൊക്കെ നിയമങ്ങളാണ് ഉണ്ടാവുക, ഒരു നിയമാവലി തയ്യാറാക്കാനുണ്ട്. കാട്ടിലുള്ള മൃഗങ്ങളും പക്ഷികളൊക്കെ ഏതൊക്കെ ഇനങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം അല്ലേ. മരഞ്ചാട്ടം, ഉയരത്തിൽ പറക്കൽ, തേൻ ശേഖരണം, വേഗത്തിൽ പറക്കൽ, കൂടുണ്ടാക്കൽ മത്സരം, തീറ്റ മത്സരം, മാള നിർമ്മിക്കൽ, ഫാഷൻ ഷോ, ഓട്ട മത്സരം, ചാട്ട മത്സരം, ഓരിയിടൽ മത്സരം അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് കാട്ടിൽ നടത്താൻ പറ്റിയ ഇനങ്ങളിലെ മത്സരങ്ങൾ എന്തൊക്കെ നടത്താം എന്നുള്ളതാണ് ചോദിച്ചത്. ഇനി നമുക്കൊരു നിയമാവലി തയ്യാറാക്കാം. ഏതെങ്കിലും ഒരു മത്സരത്തിൻ്റെ നിയമാവലി, നിയമം പോലെ എന്തൊക്കെ നിയമങ്ങളാണ് വേണ്ടത് അതാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹെഡിങ് കൊടുക്കുക, ഓട്ട മത്സരം നിയമാവലി എന്ന് കൊടുക്കുക. ഞാൻ മൂളിപ്പാട്ട് മത്സരത്തിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് തന്നത്. അതായത് 5 മിനിറ്റാണ് മത്സര സമയം. ഒരു സമയം ഉണ്ടാവില്ല, എത്ര സമയത്തിനുള്ളിൽ തീർക്കണം. ഒരു ഗ്രൂപ്പിൽ 7 പേർക്ക് പങ്കെടുക്കാം അല്ലേ. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കരുത്, മൂളിയിട്ടാണ് പാടേണ്ടത്. അപ്പോൾ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കരുത്. മത്സരത്തിനിടയിൽ ആരും പുറത്ത് പോകരുതില്ലേ. അതിൻ്റെ ആ സമയമാകുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു നിയമാവലി പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇനി അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ആൻസർ ചെയ്താൽ ഉത്തരം ചെയ്താനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ഒരു പാരഗ്രാഫ് നല്ലോണം വായിച്ച് മനസ്സിലാക്കിയാൽ അതിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. നല്ലോണം റീഡ് ചെയ്യുക, നല്ലോണം വായിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതുക. അതുപോലെ ഒരു പത്രവാർത്ത തയ്യാറാക്കാനുണ്ടാവും. നിങ്ങളെ ന്യൂസ് പേപ്പറിലൊക്കെ ഉള്ളൊരു വാർത്ത പോലെ ആദ്യം ഒരു സ്ഥലം കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു മത്സരം നടക്കുന്നതിൻ്റെ പത്രവാർത്തയാണെങ്കിൽ ഇന്ന സ്ഥലം എന്നുള്ള നല്ലൊരു ഹെഡ്ലൈൻ കൊടുക്കുക, ഹെഡിങ്. അത് തലക്കെട്ട് നല്ല ഭംഗിയുള്ള ആകർഷകമായിട്ടുള്ള ഒരു തലക്കെട്ട് കൊടുക്കുക അല്ലേ. ഈ കാട്ടിലാണ് മത്സരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹെഡിങ്. എന്നിട്ട് ഏതാണ് സ്ഥലം എന്ന് ആദ്യം കൊടുക്കുക. എന്നിട്ട് ഏത് സ്ഥലത്താണ് നടക്കുന്നത് അല്ലേ. കറുകപ്പുൽ മൈതാനത്തിലായിരുന്നു ഈ മത്സരം അല്ലേ. അപ്പോൾ ആ കറുകപ്പുൽ മൈതാനം ഏതാ സ്ഥലം, ഒരു സ്ഥലം കൊടുക്കുക. എന്നിട്ട് ഏതാണ് ഇന്ന പരിപാടികളൊക്കെ നടന്നു, ഇതുപോലെയായിരുന്നു മത്സരങ്ങളൊക്കെ, ഓരോ ഇനത്തിൽ ഇത്ര ആളുകൾ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രവാർത്ത തയ്യാറാക്കാനുണ്ടാവും. അതുപോലെ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.